ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്ന് പറയുന്ന 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള നമ്മുടെ വീഡിയോസ് കാണാത്തവർ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക. അതുപോലെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ക്ലാസ്സിലേക്ക് നേരെ പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. ഭൂപടങ്ങളും ഗ്ലോബുമൊക്കെ നിരീക്ഷിച്ച് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും വിവരങ്ങൾ ശേഖരിക്കാനും എന്ത് രസമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ ഒരു യാത്രയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ യാത്ര? മീശപ്പുലിമലയിലേക്കുള്ള നമ്മുടെ ഇന്നലത്തെ യാത്ര നല്ല രസമായിരുന്നു അല്ലേ അച്ഛാ? അപ്പോൾ ഇവിടെ ഒരു കുട്ടിയും അച്ഛനും തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ ഇവരെന്ത് ചെയ്തു? മീശപ്പുലിമലയ്ക്ക് ഒരു യാത്ര തിരിച്ചു. അപ്പോൾ ഇവരെങ്ങനെയാണ് പോയത്? ചുമ്മാ പോയതൊന്നും അല്ല, അവർ ആ സ്ഥലമൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അവർ പോയി സ്ഥലം എത്തി കണ്ടുപിടിച്ചു. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഭൂപടങ്ങളും ഗ്ലോബുമൊക്കെ നിരീക്ഷിച്ച് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തിയാണ് അവരെന്ത് ചെയ്തത്? പോയത്. അപ്പോൾ വളരെ നല്ലൊരു യാത്രയായിരുന്നു. മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ ഭൂപടം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കവിടെ എളുപ്പത്തിൽ എത്താനായത്. അപ്പോൾ എന്താണ്, ഭൂപടങ്ങളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും മിക്കുള്ള സ്ഥലങ്ങളിലും യാത്ര പോകുന്നത് അല്ലേ? അപ്പോൾ ഭൂപടങ്ങൾ ഒരു മികച്ച വിവര സ്രോതസ്സാണ്. അപ്പോൾ ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നല്ലൊരു സ്രോതസ്സാണ്. നമുക്ക് യാത്ര ചെയ്യുന്നതിനും എത്താൻ വേഗത്തിൽ എത്തിച്ചേരാനുമൊക്കെയുള്ള ഒരു സ്രോതസ്സാണ് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാം വ്യത്യസ്ത ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കടലാസുകളിൽ അച്ചടിച്ച ഭൂപടം മുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഭൂപടങ്ങൾ വരെ നാം ഇന്ന് ഉപയോഗിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഗൂഗിൾ മാപ്പാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നാം ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്? അപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന്? ഇപ്പം നമ്മൾ ഒരു സ്ഥലം എവിടെയാണ് എന്ന് കണ്ടെത്തി ആ സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന് നമ്മൾ ഭൂപടങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന് നമ്മൾ ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓരോ സ്ഥലം ഇനി ചില കെട്ടിടങ്ങൾ എവിടെയൊക്കെയാണ്, ചില ബിൽഡിങ്ങുകളൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭൂപടത്തിൻ്റെയും ഗ്ലോബിൻ്റെയും ചിത്രങ്ങൾ ചുവടെ നൽകിയിട്ടുണ്ട്. അവ നിരീക്ഷിച്ച് നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആകൃതി, അക്ഷാംശ രേഖാംശ രേഖകൾ, അവയുടെ ഉപയോഗം ഒക്കെയാണ് ഇവർ തന്നിരിക്കുന്ന സൂചനകൾ. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ്? ഭൂമിയുടെ യഥാർത്ഥ മാതൃക. അപ്പോൾ ഭൂമിയുടെ യഥാർത്ഥ മാതൃക നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ജിയോയിഡാണ് ഭൂമിയുടെ യഥാർത്ഥ മാതൃക എന്ന് പറയുന്നത്. ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണം എന്താണ്? ഭൂപടങ്ങളാണ് ഭൂമിയുടെ ദ്വിമാന ചിത്രങ്ങൾ. അതുപോലെ ഭൂമിയുടെ ഗോളാകൃതിയുള്ള ചിത്രീകരണം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ്? നമ്മുടെ ഭൂമിയുടെ ഗോളാകൃതിയുള്ള ചിത്രീകരണമാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നതാണ് എന്ത്? അറ്റ്ലസുകൾ അല്ലെങ്കിൽ നമ്മുടെ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ഭൂപടങ്ങൾ തന്നെയാണ്. ഇനി രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും നേർരേഖകളായി ചിത്രീകരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഭൂപടങ്ങളിലാണ്. രേഖാംശ രേഖകൾ അർത്ഥവൃത്തങ്ങളായും അക്ഷാംശ
പ്രകാശരേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും എവിടെയാണ് കാണുന്നത്? ഗ്ലോബിൽ ചിത്രീകരിക്കുന്നു. ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രയ്ക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറെ പ്രയോജനകരമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂപടങ്ങൾ. അപ്പോൾ എന്താണ് ഭൂപടങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഭൂമിയെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചാണ് നമ്മൾ എന്ത് നിർമ്മിക്കുന്നത്? ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഭൂമിയെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പരന്ന പ്രതലങ്ങളാണ് നമ്മുടെ ഭൂപടങ്ങൾ. ഇനി ആവശ്യങ്ങൾ വ്യത്യസ്തം, ഭൂപടങ്ങളും വ്യത്യസ്തം. അപ്പോൾ എന്തെല്ലാം ആവശ്യങ്ങൾക്കായാണ് നാം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത്, അല്ലേ? ഇപ്പോൾ പഠിച്ചു. ഒരു ഭൂപടം തന്നെ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കാനാവുമോ? അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഭൂപടമുണ്ട്. ആ ഭൂപടം തന്നെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? ഇല്ല. നമ്മുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ മനുഷ്യരാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എങ്ങനെയാണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അതിനനുസൃതമായി ഭൂപടങ്ങളും എന്തായിരിക്കും? എങ്ങനെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വ്യത്യസ്തമായതുപോലെ തന്നെ എന്താണ്? ഭൂപടങ്ങളും വ്യത്യസ്തമാണ്. ഭൂപടങ്ങളെ പ്രധാനമായും ചുവടെ നൽകിയിട്ടുള്ള 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. അപ്പോൾ ഭൂപടങ്ങളെ നമ്മൾ എത്രയായിട്ട് തരംതിരിക്കുന്നു? പ്രധാനമായിട്ടും 2 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മം. അപ്പോൾ ഭൂപടങ്ങളുടെ ധർമ്മം എന്താണ്? അതിനെക്കുറിച്ചാണ് ഒന്നാമത് നമ്മൾ പറയുന്നത്. രണ്ടാമത് ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അല്ലെങ്കിൽ അതിൻ്റെ തോത്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ ഭൂപടങ്ങൾ എന്ന് നമ്മൾ പറയുന്നു. ഇന്ന് കാണുന്ന ഈ ഭൂപടങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഭൂപടങ്ങളുടെ ഒരു ചരിത്രം ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കിപ്പോകാം. ഭൂപട നിർമ്മാണത്തിൻ്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. ആദിമ ഭൂപടങ്ങൾ കല്ലുകളിലും തടികളിലും കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യകാലത്ത് ഭൂപടങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് എന്താണ്? അന്ന് പേപ്പറൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്താണ്? കല്ലുകളിലും തടികളിലുമാണ് ഭൂപടങ്ങൾ ഉണ്ടാക്കിയത്. മണ്ണിലും മൃഗത്തോലിലും തുണിയിലും അവ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം മണ്ണിലുള്ള ഭൂപടമുണ്ട്, മൃഗത്തോലിലുള്ള ഭൂപടമുണ്ട്, തുണിയിലൊക്കെ എന്ത് ചെയ്തിരുന്നു? ഭൂപടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്ട് BCE 2500 കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്നാണ് കരുതുന്നത്. അപ്പോൾ അറിയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ ഭൂപടം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? BCE 2500 കാലഘട്ടത്തിലാണ്. മെസപ്പൊട്ടേമിയയിലെ ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണ് അത്. അപ്പോൾ 2500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മെസപ്പൊട്ടേമിയയിൽ എന്ത് ചെയ്തു? ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണ് അറിയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഭൂപടം എന്ന് പറയുന്നത്. ഭൂമി ഉരുണ്ടതാണെന്ന് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ടോളമി, ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞനാണ് ടോളമി. അദ്ദേഹം എന്ത് പറഞ്ഞു? അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എങ്ങനെയാണ്? ഭൂമി എങ്ങനെയുള്ളതാണ്? ഭൂമി ഉരുണ്ടതാണ് എന്ന് വിശ്വസിച്ചിരുന്നത് നമ്മുടെ ടോളമിയാണ്. അതിനനുസരിച്ച് ഒരു ഭൂപടം നിർമ്മിക്കാൻ ടോളമി എന്ത് ചെയ്തു? ശ്രമിച്ചു. അപ്പോൾ ഉരുണ്ട ഒരു ഭൂപടം നിർമ്മിക്കാൻ, ഭൂമി ഉരുണ്ടതായതുകൊണ്ട് തന്നെ പിരണ്ട ഒരു ഭൂപടം നിർമ്മിക്കാൻ ആര് ശ്രമിച്ചു? ടോളമി ശ്രമിച്ചിരുന്നു. CE 1400കളുടെ അവസാനത്തിൽ ഒരു അറ്റ്ലസിൽ അച്ചടിച്ച് വരുന്നത് വരെ ടോളമിയുടെ ഭൂപടങ്ങളെക്കുറിച്ച് പുറം ലോകത്തിന് അറിവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ടോളമി എന്ത് ചെയ്തു? CE 1400കളുടെ അവസാനത്തിൽ ഒരു അറ്റ്ലസിൽ അച്ചടിച്ച് വരുന്നത് വരെ ടോളമിയുടെ ഭൂപടങ്ങളെക്കുറിച്ച് പുറം ലോകത്തിന് അറിവില്ലായിരുന്നു. അപ്പോൾ ടോളമിയുടെ ഭൂപടം അച്ചടിച്ച് വന്നത് ഏത് നൂറ്റാണ്ടിലാണ്? CE 1400കളുടെ അവസാനത്തിലാണ്. അതിനുശേഷം അവ കൊളംബസ്, കാബട്ട്, മെഗലൻ, ഡ്രേക്ക്, വെസ്പുജി എന്നീ നാവികന്മാർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായി മാറി. അപ്പോൾ ഈ ടോളമിയുടെ 1400-ൽ ടോളമി പുറത്തിറക്കിയ ഒരു അറ്റ്ലസ് അച്ചടിച്ച് വന്നതോടുകൂടി എന്ത് ചെയ്തു? ഈ ഭൂപടം പുറം ലോകത്തിന് എന്ത് ചെയ്തു? വളരെ ഏറെ പ്രയോജനകരമായി. ആരൊക്കെയാണ് ഇതുമൂലം യാത്ര നടത്തിയത്? നമ്മുടെ കൊളംബസ്, കാബട്ട്, അതുപോലെ മെഗല്ലൻ, ഡ്രേക്ക്, വെസ്പുജി എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളുടെ ഉറവിടമായിട്ട് എന്ത് മാറി? ടോളമിയുടെ ഈ ഒരു ഭൂപടം
മാറുകയുണ്ടായി. അപ്പോൾ ടോളമിയുടെ ഭൂപടമാണ് ഇതാ ഇവിടെ തന്നിരിക്കുന്നത്. ഉരുണ്ട ഏകദേശം എന്താണ് ഒരു ഉരുണ്ട രീതിയിലാണ് ടോളമി എന്ത് ചെയ്തത്, ഈ ഒരു ഭൂപടം നിർമ്മിച്ചിരിക്കുന്നത്. ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളോട് സാദൃശ്യമുണ്ട്. അപ്പോൾ ടോളമി വെറുതെ ഒന്നുമല്ല ഈ ഭൂപടം നിർമ്മിച്ചത്, നമ്മുടെ ആധുനിക ഭൂപടത്തോട് സാദൃശ്യമുള്ള ഒരു ഭൂപടമാണ് ആര് നിർമ്മിച്ചത്, ടോളമി നിർമ്മിച്ചത്. ഗ്രീക്ക്, അറബിക്ക് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. അപ്പോൾ ആധുനിക ഭൂപടത്തിന് അടിത്തറ പാകിയത് ആരൊക്കെയാണ്? ഗ്രീക്ക്, അതുപോലെ തന്നെ അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യയിലും ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു കുറച്ച് ചോദ്യം നമുക്കുണ്ട്. എന്താണ് അറിയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പഴയ ഭൂപടം നിർമ്മിച്ചത് ഏത് രാജ്യക്കാരാ? നമ്മുടെ മെസപ്പൊട്ടോമിയക്കാരാണ്. 2500 കാലഘട്ടത്തിലാണ് അവരെന്ത് ചെയ്തിരുന്നത്, ഭൂപടം നിർമ്മിച്ചതായിട്ട് കരുതപ്പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ടോളമിയുടെ ഭൂപടത്തെക്കുറിച്ച് പറഞ്ഞു. 1400 ടോളമിയുടെ ഭൂപടം എന്ത് ചെയ്തത്, പുറം ലോകം കണ്ടത്. അതായത് അത് 1400കളുടെ അവസാനത്തിലാണ് ഇതൊരു അറ്റ്ലറ്റ്സിൽ എന്ത് ചെയ്തത്, അച്ചടിച്ച് വന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നിങ്ങളുടെ സാമൂഹ്യശാസ്ത്ര ലാബിലെ ഭൂപടങ്ങളുടെ തലക്കെട്ടുകൾ പരിശോധിച്ച് അവ ഏതൊക്കെയെന്ന് പട്ടികപ്പെടുത്തുക. അപ്പോൾ ഇവിടെ ഇവിടെ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കുറേ അധികം ഭൂപടങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നിരവധി ഭൂപടങ്ങൾ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ രാഷ്ട്രീയ ഭൂപടം, മണ്ണ് ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ഗതാഗത ഭൂപടം, അതുപോലെ ദിനാവസ്ഥാ ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, ഇങ്ങനെ നിരവധി ഭൂപടങ്ങൾ ഉണ്ട്. ഓരോ ഭൂപടത്തിനും വ്യത്യസ്ത തലക്കെട്ടുകളാണ്. അപ്പോൾ നമ്മൾ ഒരു ഭൂപടം വരച്ചാൽ ഇപ്പോൾ കേരളത്തിലെ മണ്ണിനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഭൂപടം വരച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യത്യസ്ത രീതിയിലാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നത്. അപ്പോൾ ഓരോ ഭൂപടത്തിനും വ്യത്യസ്ത തലക്കെട്ടുകളാണ് നമ്മൾ നൽകാറുള്ളത്. ഓരോ ഭൂപടവും നിറവേറ്റുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയ്ക്ക് തലക്കെട്ടുകൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ മണ്ണിൻ്റെ ഭൂപടമാണെങ്കിൽ ആ ഭൂപടത്തിന് മണ്ണ് ഭൂപടം എന്ന് പേര് നൽകും. ഭൂപ്രകൃതി ഭൂപടമാണെങ്കിൽ അതിന് ഭൂപ്രകൃതി ഭൂപടം. അങ്ങനെ ഓരോ ഭൂപടവും നിറവേറ്റുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവയ്ക്ക് തലക്കെട്ടുകൾ നൽകിയിട്ടുള്ളത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം പരിശോധിച്ചാൽ നമുക്ക് അതിലെന്തൊക്കെ കാണാൻ പറ്റും? നമ്മുടെ കേരളത്തിലെ 14 ജില്ലകൾ, നമ്മൾ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെ, ഇതൊക്കെ അതിലെന്ത് ചെയ്യും, നമ്മുടെ കേരളത്തിൻ്റെ അതിരുകൾ, ഇതൊക്കെ ഈ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലേ. കേരളത്തിലെ ജില്ലകളുടെ വിവരങ്ങൾ അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താനാവും. അപ്പോൾ നമ്മുടെ ജില്ലകൾ 14 ജില്ലകൾ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ഒരു ഭൂഖണ്ഡത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ രാഷ്ട്രീയ ഭൂപടങ്ങൾ നിരീക്ഷിച്ച് അവ പ്രദാനം ചെയ്യുന്ന വിവരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി മണ്ണ് ഭൂപടമാണെങ്കിൽ ഒരു പ്രദേശത്തെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളുടെ വിതരണത്തെ കാണിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, മണ്ണ് ഭൂപടം എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തിൻ്റെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് മണ്ണ് ഭൂപടത്തിൻ്റെ ധർമ്മം. ഇനി ഭൂപ്രകൃതി ഭൂപടത്തിൻ്റെ ധർമ്മം എന്താണ്? ഒരു സ്ഥലത്തെ ഭൂപ്രകൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും ഏതെന്ന് പറയുന്നത്, ഭൂപ്രകൃതി ഭൂപടം എന്ന് പറയുന്നത്. ഇനി ഭൂപടങ്ങളെ അവ നിർവഹിക്കുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പൊതുവെ എത്രയായിട്ട് തരംതിരിക്കുന്നു? 2 തരംതിരിക്കുന്നു. അപ്പോൾ അവ ഏതെല്ലാമാണ്? അവയിൽ ഒന്നാമത്തേത് ഭൗതിക ഭൂപടങ്ങൾ, രണ്ടാമത്തേത് സാംസ്കാരിക ഭൂപടങ്ങൾ. എന്താണ് ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ? ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭൗതിക ഭൂപടം എന്ന് പറഞ്ഞാൽ അതെന്താണ്? പ്രകൃതിദത്ത സവിശേഷതകളുള്ളത്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ
സവിശേഷതകളുള്ള ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. ഇനി സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഈ സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം? രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ, അതുപോലെ റോഡുകൾ, റെയിൽപാതകൾ, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം തുടങ്ങിയവ സാംസ്കാരിക ഭൂപടങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ മനുഷ്യനിർമ്മിതമല്ലേ? റോഡുകൾ മനുഷ്യനിർമ്മിതം, റെയിൽപാതകൾ മനുഷ്യനിർമ്മിതം, തുറമുഖങ്ങൾ, അതൊക്കെ അങ്ങനെയുള്ള മനുഷ്യനിർമ്മിത സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാംസ്കാരിക ഭൂപടം എന്ന് പറയുന്നത്. ഇനി ചുവടെ ചേർത്തിട്ടുള്ള ഭൂപടങ്ങളെ ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങൾ എന്നും വേർതിരിച്ച് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാലുള്ള ഭൂപടങ്ങൾ, അതല്ലെങ്കിൽ പ്രകൃതിദത്ത ഭൂപടങ്ങളാണ് ഇത് നമ്മുടെ ഭൗതിക ഭൂപടങ്ങൾ. സാംസ്കാരികം എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതം. അപ്പോൾ ഇവിടെ നമുക്ക് തരംതിരിച്ച് നോക്കാം ഏതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഭൂപ്രകൃതി ഭൂപടം, ഭൂപ്രകൃതി. അപ്പോൾ ഭൂപ്രകൃതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഭൗതിക ഭൂപടമാണ്. ഭൂപ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിദത്തമല്ലേ? അതുപോലെ മണ്ണ് ഭൂപടം. കാലാവസ്ഥാ ഭൂപടം, കാലാവസ്ഥ എന്ന് പറയുമ്പം അത് പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണ്. ഇനി നൈസർഗിക സസ്യജാല ഭൂപടം, നദീവ്യവസ്ഥാ ഭൂപടം, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഭൗതിക ഭൂപടങ്ങളിൽ ഉൾപ്പെട്ടതാണ്. ഇനി രാഷ്ട്രീയ ഭൂപടം, ജനസംഖ്യാ ഭൂപടം, സാമ്പത്തിക ഭൂപടം, ഗതാഗത ഭൂപടം, ഇവയൊക്കെ ഏതുമായി ബന്ധപ്പെട്ട ഭൂപടമാണ്? ഇതൊക്കെ നമ്മുടെ മനുഷ്യനിർമ്മിതമാണ്, സാംസ്കാരിക ഭൂപടത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭൂപടങ്ങളെ രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഇനി നോക്കിയേ, ഇനി വിവിധ ഭൗമോപരിതല സവിശേഷതകളും അവ ചിത്രീകരിച്ചിട്ടുള്ള ഭൂപടങ്ങളുടെ പേരുകളുമാണ് A, B എന്നീ കോളങ്ങളിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ വരകൾ ഉപയോഗിച്ച് അവയെ ചേരുംപടി ചേർക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്തെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മഴയുടെ വിതരണം, ഈ മഴയുടെ വിതരണം എന്ന് പറഞ്ഞാൽ മഴ എങ്ങനെയാണ്? നമ്മൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് മഴ എന്ന് പറയുന്നത്. അപ്പോൾ കാലാവസ്ഥാ ഭൂപടമാണ് മഴയുടെ വിതരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി വനവിസ്തൃതി, വനം എവിടെയാണ്? വനത്തിൽ എന്തുണ്ട്? നൈസർഗിക സസ്യജാലങ്ങളുണ്ട്. അപ്പോൾ വനവിസ്തൃതി, നൈസർഗിക സസ്യജാല ഭൂപടം. നെൽപ്പാടങ്ങൾ, നെൽപ്പാടം എങ്ങനെയാണ്? നമ്മൾ കൃഷി ചെയ്യുകയാണ്, അപ്പോൾ കാർഷിക ഭൂപടത്തിൽ വരുന്നതാണ്. ഇനി എന്താണ്? റോഡ് ശൃംഖല, റോഡ് എവിടെയാ? ഗതാഗതത്തിന് ഉപയോഗിക്കുന്നു, അപ്പോൾ ഗതാഗത ഭൂപടം. അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂപടങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഇത്രയും നേരം കണ്ടു, പരിചയപ്പെട്ടു. ഇവയോരോന്നും വിവിധ ഭൗമോപരിതല സവിശേഷതകളെ പ്രത്യേകം ചിത്രീകരിച്ചിട്ടുള്ളവയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിനായി പ്രത്യേകം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? അപ്പോൾ ചുവടെ ചേർത്തിട്ടുള്ള ഭൂപടങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഭൂപടങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിൽ ഒന്ന് രണ്ട് ഭൂപടങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇതിൽ സോയിൽ, മണ്ണിൻ്റെ ഭൂപടമാണ്. മറ്റത് ഒന്ന് എന്താണ്? വനവുമായി ബന്ധപ്പെട്ട, ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഭൂപടമാണ്. അപ്പോൾ രണ്ട് ഭൂപടങ്ങൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ഭൂപടത്തിൽ ഇന്ത്യയിലെ മണ്ണിനങ്ങളുടെ വിതരണവും രണ്ടാമത്തേതിൽ ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണവും ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ഭൂപടം രണ്ടാമത്തെ ഭൂപടവും നമ്മൾ കണ്ടു. ഈ രണ്ട് ഭൂപടങ്ങളിലുള്ള വിവരങ്ങളും ഒരേ ഭൂപടത്തിൽ ചിത്രീകരിക്കുകയാണെന്ന് സങ്കല്പിക്കൂ. ഇനി എന്താണ്? ഇനി ഈ രണ്ട് വിവരങ്ങളും ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? മണ്ണും അതുപോലെ നൈസർഗിക സസ്യജാലങ്ങളും എല്ലാം നമ്മൾ ഈ ഒരൊറ്റ ഭൂപടത്തിൽ ചിത്രീകരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം നമുക്ക് എന്താണ്? ഒരു ഭൂപടത്തിൽ തന്നെ ഇത് ചിത്രീകരിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും? രണ്ട് ഭൂപടങ്ങളിലെയും വിവരങ്ങൾ കൂടിക്കലർന്ന് നമുക്കേറെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും വിവരശേഖരണം കൂടുതൽ സങ്കീർണമാകുകയും ചെയ്യും, അല്ലേ? അപ്പം അതുകൊണ്ടാണ് പ്രധാന ഭൗമോപരിതല സവിശേഷതകൾ ഓരോന്നും പ്രത്യേക ഭൂപടങ്ങളിലായി ചിത്രീകരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ
നാം വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം ചോദിച്ചാൽ മണ്ണ് ഭൂപടം ഒരു വിഷയമാണ്, നൈസർഗിക സസ്യജാലങ്ങളുടെ ഭൂപടം, ഇങ്ങനെ നമുക്ക് തരംതിരിച്ച് പറയാം. ഇനി ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമുക്ക് എങ്ങനെ വർഗീകരിക്കാമെന്നാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. ഭൂപടങ്ങളെ അളവ് നോക്കാം. എല്ലാ ഭൂപടങ്ങളും ഒരു നിശ്ചിത അളവ് അഥവാ തോത് അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഭൂപടങ്ങൾക്കൊക്കെ ഒരു നിശ്ചിത അളവ് അല്ലെങ്കിൽ ഒരു നിശ്ചിത തോത് അടിസ്ഥാനമാക്കിയാണ് അവ നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള തോത്? അപ്പോൾ നമ്മുടെ ക്ലാസ് മുറിയുടെ രൂപരേഖ ഒരു നോട്ട്ബുക്കിൽ വരച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും വരച്ച രൂപരേഖകൾ ഒരുപോലെയാണോ? അപ്പോൾ പലരും വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, പല രീതിയിലായിരിക്കും വരയ്ക്കുന്നത്. ഇനി ഒരു അളവ് അഥവാ തോത് അടിസ്ഥാനമാക്കിയല്ല രൂപരേഖകൾ തയ്യാറാക്കിയത്. അപ്പോൾ കൃത്യമായ അളവ് എല്ലാവരുടെയും ഓരോരുത്തരും വരയ്ക്കുന്ന അവരവരുടെ ആ ഒരു കഴിവനുസരിച്ചാണ്, അല്ലേ, അവരവരുടെ ഒരു ആശയം മനസ്സിൽ കണ്ടിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഇനി ആ ക്ലാസ് റൂമിൻ്റെ യഥാർത്ഥ വിസ്തൃതിയിൽ ഒരു രൂപരേഖ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അത്ര തന്നെ വിസ്തൃതിയിലുള്ള ഒരു കടലാസോ നോട്ട്ബുക്കോ വേണം, അല്ലേ. അതുകൊണ്ട് നമ്മളൊരു നോട്ട്ബുക്കിലാണ് ആ ക്ലാസ് റൂമിൻ്റെ വിസ്തൃതി വരയ്ക്കുമ്പോൾ നമ്മൾ അതനുസരിച്ചായിരിക്കും വരയ്ക്കുന്നത്. ഇനി അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ കാര്യം എടുത്താലോ, അപ്പം നമ്മളൊരു പ്രദേശത്തിൻ്റെ കാര്യമാണ്, ഒരു സ്ഥലത്തിൻ്റെ കാര്യമാണ് വരയ്ക്കുന്നത് എങ്കിൽ അപ്പോൾ അത്രയും വലിയ പേപ്പർ നമുക്ക് എടുക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രദേശത്തിൻ്റെ ഭൂപടം കൃത്യമായ അളവിലും യഥാർത്ഥ വിസ്തൃതിയിലും തയ്യാറാക്കുന്നതിന് ആ പ്രദേശത്തിൻ്റെ അത്ര തന്നെ വലിപ്പമുള്ള ഒരു പ്രതലം അഥവാ ഒരു കടലാസ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് സാധ്യമായ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ലല്ലേ. അപ്പോൾ അത്രയും വലിയ പേപ്പറൊന്നും നമുക്ക് എടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായ അളവുകളിൽ ഒരു ഭൂപടമോ രൂപരേഖയോ നമുക്കെങ്ങനെ തയ്യാറാക്കാനാകും? ഇവിടെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, തോത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തോത് ഉപയോഗിക്കുന്നതെന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വീതി 5 മീറ്ററും നീളം 10 മീറ്ററുമാണെന്ന് കരുതുക. ക്ലാസ്സിലെ 1 മീറ്റർ നാം 1 സെൻറ്റിമീറ്ററായി കണക്കാക്കി നോട്ട്ബുക്കിൽ വരയ്ക്കുന്നുവെന്ന് കരുതുക. അപ്പോൾ 1 മീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ്സിൻ്റെ 1 മീറ്റർ നമ്മൾ 1 സെൻറ്റിമീറ്ററായിട്ട് സ്കെയിലിൽ കണക്കാക്കി നോട്ട്ബുക്കിൽ വരയ്ക്കും. അങ്ങനെയെങ്കിൽ ക്ലാസ് മുറിയുടെ രൂപരേഖ നാം നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ എത്ര, 5 മീറ്റർ എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ വീതിയും 10 മീറ്റർ ആണെങ്കിൽ 10 സെൻറ്റിമീറ്റർ നീളവും മതിയാകും, അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 5 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു ദീർഘചതുരം നമുക്ക് വരയ്ക്കാനാകുന്നില്ലേ? അതുപോലെ ബെഞ്ചുകളുടെയും മേശയുടെയും നീളവും വീതിയുമൊക്കെ അളന്ന് ക്ലാസ് മുറിയിലെ 1 മീറ്റർ രൂപരേഖയിൽ 1 സെൻറ്റിമീറ്റർ എന്ന അളവിൽ നോട്ട്ബുക്കിൽ വരയ്ക്കാം. ഇനി വടക്ക് ദിശ കൂടി കണ്ടെത്തി അടയാളപ്പെടുത്തിയാണ് രൂപരേഖ വരയ്ക്കുന്നതെങ്കിൽ എല്ലാ കൂട്ടുകാരും വരയ്ക്കുന്ന രൂപരേഖകളും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അതിനുശേഷം രൂപരേഖയുടെ ചുവടെ രൂപരേഖയിലെ 1 സെൻറ്റിമീറ്റർ ക്ലാസ് മുറിയിലെ 1 മീറ്ററിനെ സൂചിപ്പിക്കുന്നു എന്നുകൂടി എഴുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വരച്ചതിന് ശേഷം 1 സെൻറ്റിമീറ്റർ 1 മീറ്റർ, ഇതാണ് രൂപരേഖയുടെ തോത് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് മുറിയിലെ അകലവും രൂപരേഖയിലെ അകലവും ഈ തമ്മിലുള്ള ഈ അനുപാതമാണ് നമ്മൾ വരച്ച രൂപരേഖയുടെ തോത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെയാണ് തോത് അടിസ്ഥാനമാക്കി ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഭൂപടത്തിൻ്റെ തോത് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിലെ അളവും ഭൂപടത്തിലെ അളവും തമ്മിലുള്ള ആ ഒരു അനുപാതം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഭൂപടത്തിൻ്റെ തോത് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഭൂപടത്തിൻ്റെ തോത് 1 സെൻറ്റിമീറ്റർ ആണ്. ഒരു ഭൂപടത്തിൻ്റെ തോത് 1 സെൻറ്റിമീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്നതാണെന്ന് കരുതൂ. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. 1 കിലോമീറ്റർ ആണ്.
എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പോൾ 1 സെൻറ്റിമീറ്റർ, നമ്മൾ 1 കിലോമീറ്റർ, ഇപ്പോൾ ഭൂപടത്തിൽ 1 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ 1 കിലോമീറ്റർ. അപ്പോൾ അത് എന്താണ്? ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ അകലം ഭൂമിയിലെ 1 കിലോമീറ്റർ അകലത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഭൂമിയിൽ നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ തോത് 1 കിലോമീറ്ററാണ്. ആ 1 കിലോമീറ്റർ നമ്മൾ എവിടെ വരയ്ക്കും? നമ്മൾ ഭൂപടത്തിൽ 1 സെൻറ്റിമീറ്റർ എന്ന് രേഖപ്പെടുത്തും. അപ്പം നമ്മൾ അങ്ങനെ ഭൂമിയിലെ 1 കിലോമീറ്റർ അകലത്തെ എന്ത് ചെയ്യുന്നു? ഈ 1 സെൻറ്റിമീറ്റർ സൂചിപ്പിക്കുന്നു. ഈ തോത് അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭൂപടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റോഡിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ യഥാർത്ഥ നീളം എത്ര കിലോമീറ്റർ ആയിരിക്കും? 1 സെൻറ്റിമീറ്റർ 1 കിലോമീറ്റർ ആണെങ്കിൽ 10 സെൻറ്റിമീറ്റർ എത്രയാണ്? 10 കിലോമീറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഒരു കൊച്ചു പേപ്പറിലെ ഒരു വലിയ സ്ഥലത്തിൻ്റെ ഭൂപടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഒരു ഭൂപടം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ പേപ്പറിൽ വരയ്ക്കുന്നു. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതിയാകും. അപ്പോൾ ഇവിടെ എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തിലേക്കുള്ള ഭൂപടത്തിലെ റോഡ് ദൂരം 23 സെൻറ്റിമീറ്റർ ആണെങ്കിൽ യഥാർത്ഥ ദൂരം മുകളിൽ നൽകിയിട്ടുള്ള തോത് പ്രകാരം എത്രയായിരിക്കും? 23 കിലോമീറ്റർ ആയിരിക്കും അല്ലേ? അപ്പം ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി തോത് അടിസ്ഥാനമാക്കി ഭൂപടങ്ങളെ എങ്ങനെ വർഗീകരിച്ചിരിക്കുന്നുവെന്നാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തോതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപടങ്ങളുടെ വർഗീകരണം നോക്കാം. അപ്പോൾ ഭൂപടങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും തോതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോത് ഭൂപടങ്ങളെന്നും ചെറിയ തോത് ഭൂപടങ്ങളെന്നും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂപടങ്ങളെ നമ്മൾ തോതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയായിട്ട് തിരിച്ചു? 2ആയിട്ട് തിരിച്ചു. അതിലൊന്നാമത്തേത് വലിയ തോത് ഭൂപടങ്ങൾ, രണ്ടാമത്തേത് ചെറിയ തോത് ഭൂപടങ്ങൾ. എന്താണ് വലിയ തോത് ഭൂപടം എന്ന് പറഞ്ഞാൽ? ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നതാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. വലിയ തോത് ഭൂപടം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കുന്നു. അതാണ് വലിയ തോത് ഭൂപടം എന്ന് പറയുന്നത്. അപ്പോൾ വലിയ തോത് ഭൂപടം ചെറിയ പ്രദേശത്തെക്കുറിച്ചുള്ള വിവരമാണ് ചിത്രീകരിക്കുന്നത്. ഇനി ചെറിയ തോത് ഭൂപടം എന്താണ്? ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. അപ്പോൾ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ, വളരെ അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. ഇനി വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ധരാതലീയ ഭൂപടങ്ങളും വില്ലേജ് ഭൂപടവും. ഏതിനുദാഹരണമാണ്? വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം. ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം എഴുതുക എന്ന് ചോദിച്ചിട്ട് തരാം. എന്താണ്? ധരാതലീയ ഭൂപടം, വില്ലേജ് ഭൂപടം എന്നൊക്കെ തരാം. അപ്പം നമ്മുടെ പിന്നെ ലോക ഭൂപടം, ഇന്ത്യ ഭൂപടം, ഇതൊക്കെ നമ്മളെ ഓപ്ഷനിലുണ്ടാവാം. അപ്പോൾ ധരാതലീയ ഭൂപടവും വില്ലേജ് ഭൂപടവുമാണ് ഏതിനുദാഹരണം എന്ന് പറയുന്നത്? നമ്മുടെ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി തോത് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര? 1/2 കിലോമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ 1/4 കിലോമീറ്റർ. അങ്ങനെ നമുക്ക് തോത് എന്ത് ചെയ്യാൻ പറ്റും? അടയാളപ്പെടുത്തി വയ്ക്കാൻ പറ്റും. ഇനി വലിയ തോത് ഭൂപടം. ഇനി ചെറിയ തോത് ഭൂപടം നമ്മൾ പറഞ്ഞു ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നതാണ്. അതിനുദാഹരണം ആരൊക്കെയാണ്? ലോക ഭൂപടം, ഇന്ത്യ ഭൂപടം, കേരളത്തിൻ്റെ ഭൂപടം, ഇതൊക്കെ ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഇപ്പോൾ നമ്മൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 25 കിലോമീറ്റർ നമുക്ക് കൊടുക്കാൻ പറ്റും. 25 കിലോമീറ്റർ ഉള്ള ഒരു സ്ഥലം, ഇപ്പോൾ ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കുമ്പോൾ 25 കിലോമീറ്റർ അല്ലെങ്കിൽ 50 കിലോമീറ്റർ നമ്മൾ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് ഭൂപടത്തിൽ വരയ്ക്കാൻ പറ്റും. ഇനി 1 സെൻറ്റിമീറ്റർ 10 കിലോമീറ്റർ അങ്ങനെ വെച്ചിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭൂപടങ്ങളിൽ തോത് കൊടുക്കാൻ കഴിയും. ഇനി വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റികളുടെയോ ഭൂപടങ്ങളും ധരാതലീയ ഭൂപടങ്ങളും ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ ഇത് കുട്ടികൾക്കുള്ളൊരു വർക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് വിവിധ തരം ഭൂപടങ്ങൾ, അവയുടെ വർഗീകരണം എന്നിവയെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി ഭൂപടങ്ങളിൽ നിന്നും നമുക്ക് എങ്ങനെ വിവരശേഖരണം നടത്താമെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഭൂപടങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതിനെ
അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനെ നമ്മൾ ഭൂപട വായന എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഭൂപട വായന എന്ന് പറഞ്ഞാൽ ഭൂപടങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതിനെ അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനെ ഭൂപട വായന എന്ന് വിളിക്കുന്നു. ഭൂപട വായനയ്ക്ക് സഹായകമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഭൂപട വായനയ്ക്ക് സഹായകമായ ഘടകങ്ങളാണ് ഏതൊക്കെയാണ്? ഒന്ന് തലക്കെട്ട്. അപ്പോൾ ഭൂപട വായനയ്ക്ക് സഹായകമായ ഘടകങ്ങളിൽ ഒന്നാമത്തേത് തലക്കെട്ട്, രണ്ടാമത്തേത് തോത്, മൂന്നാമത്തേത് ദിക്ക്, നാലാമത്തേത് അക്ഷാംശരേഖ, രേഖാംശരേഖ, അംഗീകൃത നിറങ്ങൾ, ചിഹ്നങ്ങൾ, സൂചിക എന്നിവയാണ് ഭൂപടങ്ങൾക്ക് ആവശ്യമായ ഘടകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭൂപടം വരച്ചാൽ അതിലെന്താണ്? അതിനൊരു തലക്കെട്ടുണ്ടായിരിക്കണം. ഇനി ഇവിടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തലക്കെട്ട് ഏതാ? ഇതാണ് തലക്കെട്ട്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി, ഇതാണ് അതിൻ്റെ തലക്കെട്ട്. ഇനി അതിനൊരു തോതുണ്ടായിരിക്കും, അതിന് ഒരു അളവുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? അതിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ട്. ഇനി 100 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എന്താണ്? ഇനി ഇതിൻ്റെ ദിക്കുകൾ വടക്ക്, ഇവിടെ നോർത്താണോ സൗത്താണോ വെസ്റ്റ് ഈസ്റ്റ് ഇങ്ങനെ ദിക്കുകൾ തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് ഇനി അക്ഷാംശരേഖ, രേഖാംശരേഖ, അംഗീകൃത നിറങ്ങൾ, ചിഹ്നങ്ങൾ, സൂചികകൾ ഇതൊക്കെ ഭൂപടങ്ങളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടം നിരീക്ഷിച്ച് ഓരോ ഘടകവും തിരിച്ചറിയാനായിട്ട് ഇവിടെ ഒരു ഭൂപടവും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി തലക്കെട്ട്. അപ്പോൾ ഒരു ഭൂപടത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് എന്താണ്? തലക്കെട്ട്. ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതയാണ് തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തലക്കെട്ട് എന്ന് പറയുന്നത്. നൽകിയിട്ടുള്ള ഭൂപടത്തിൻ്റെ തലക്കെട്ട് നോക്കുക. കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളാണ് ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നതാണ് കേരളം ഭൂപ്രകൃതി എന്ന തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു തോത്. രണ്ടാമത്തെ ഘടകം ഏതാണ്? തോതാണ്. തോത് അടിസ്ഥാനമാക്കിയാണ് ഭൂപടങ്ങൾ എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. അപ്പം നമുക്കറിയാം തോതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭൂപടം നിർമ്മിക്കുന്നത്. ഭൂതലത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ അതേ രണ്ട് സ്ഥലങ്ങളുടെ അകലവും തമ്മിലുള്ള അനുപാതമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തോത് എന്ന് പറയുന്നത്. അതായത് ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അനുപാതം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തോത് എന്ന് പറയുന്നത്. ഒരു നദിയുടെയോ റോഡിൻ്റെയോ റെയിൽപാതയുടെയോ നീളം, ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതിയോ ഭൗമോപരിതല സവിശേഷതയുടെ വ്യാപ്തിയോ ഒക്കെ ഭൂപടം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായി കണക്കാക്കുന്നത് ഈ തോത് അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ നീളമുള്ള ഒരു റെയിൽപാത, അതല്ലെങ്കിൽ ഒരു നദി, ഒരു റോഡ്, ഇതിൻ്റെയൊക്കെ ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതി ഇതൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഭൗമോപരിതല സവിശേഷതയുടെ വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കുന്നത് ഭൂപടത്തിൻ്റെ തോത് ഉപയോഗിച്ചാണ്. ഭൂപടത്തിലെ തോത് അടിസ്ഥാനമാക്കി റോഡിൻ്റെ യഥാർത്ഥ നീളം കണ്ടുപിടിച്ചത് ഓർക്കുന്നില്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഭൂപടത്തിലെ തോത് എന്ന് പറയുന്നത് ഭൂമിയിലെ 1 കിലോമീറ്റർ ഭൂപടത്തിൽ നമുക്ക് എത്ര? 1 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മുടെ രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള അകലം, റോഡിൻ്റെയും നദിയുടെയും റെയിൽപാതകളുടെയും യഥാർത്ഥ നീളം എന്നിവ കണ്ടെത്താനും ഒക്കെ നമുക്ക് ഈ ഭൂപടങ്ങളുടെ തോത് ഉപയോഗിക്കാം. ഇനി ചരട് ഉപയോഗിച്ച് റോഡിൻ്റെയോ നദിയുടെയോ നീളം കണ്ടെത്തുക. അപ്പോൾ ഇങ്ങനെ ഈ വളഞ്ഞ് ചില ഭൂപടങ്ങളിലൊക്കെ എന്താണ്? വളവും തിരിവും ഒക്കെ കാണും അല്ലേ? നദികളിലൊക്കെ വളവും തിരിവും ഒക്കെ കാണും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നൂലുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഒരു ചരട് ഉപയോഗിച്ച് റോഡിൻ്റെയോ നദിയുടെയോ നീളം നമ്മളിങ്ങനെ അളന്നിട്ട് അത് പിന്നീട് എന്ത് ചെയ്യുന്നു? ഒരു സ്കെയിലിൻ്റെ സഹായത്തോടെ ആ നീളം അളന്നെടുത്താണ് നമ്മൾ ഭൂപടത്തിൻ്റെ തോത് എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുന്നത്. ഇനി
നമ്മുടെ ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്താൻ പൊതുവെ 3 രീതികളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 3 അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുള്ളത് എത്ര രീതികളാണുള്ളത്? 3 രീതികളുണ്ട്. അതിലൊന്നാമത്തേതാണ് പ്രസ്താവന രീതി, രണ്ടാമത്തേത് ഭിന്നക രീതി, മൂന്നാമത്തേത് രേഖാരീതി എന്നിങ്ങനെ 3 രീതികളിലാണ് നമ്മൾ ഭൂപടങ്ങളിൽ തോത് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് പ്രസ്താവന രീതി എന്ന് പറഞ്ഞാൽ, പ്രസ്താവന രീതിയിൽ തോത് എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ അകലം ഭൂമിയിലെ 1 കിലോമീറ്റർ അകലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ 1 കിലോമീറ്റർ. അപ്പോൾ ഏതൊരാൾക്കും എന്താണ് മനസ്സിലാകുന്ന വിധമാണ് ഇവിടെ തോത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പ്രസ്താവന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തോത് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഭൂമിയിലെ 5 കിലോമീറ്റർ എന്ന് പറയുന്ന ഭൂപടത്തിൽ എന്തായിരിക്കും 5 സെൻറ്റിമീറ്റർ എന്നതാണ് പ്രസ്താവന രീതി. അതായത് എന്താണ് തോത് എന്ത് ചെയ്യുന്നു, ശരിക്കും പറഞ്ഞിട്ടുണ്ട്, പ്രസ്താവിച്ചിട്ടുണ്ട്. അതാണ് എന്ത് പ്രസ്താവന രീതി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഭിന്നക രീതി പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ 1:1,00,000 എന്ന രീതിയിൽ തോതുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്താണ് ഭിന്നക രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഭൂപടത്തിലെ 1 യൂണിറ്റ് ദൂരം ഭൂതലത്തിലെ 1,00,000 യൂണിറ്റുകൾക്ക് തുല്യമാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ 1:1,00,000 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ അനുപാതത്തിന് മുന്നിൽ നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂപടത്തിലെ അകലവും അനുപാതത്തിന് ശേഷം നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂതലത്തിലെ അകലവും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭൂമിയിലെ അകലവും നമ്മുടെ ഭൂപടത്തിലെ അകലവും ഭൂമിയിലെ അകലവും സൂചിപ്പിക്കുന്ന ഒരു അനുപാതമാണ് ഏതെന്ന് പറയുന്നത് ഭിന്നക രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭൂതലത്തിലും ഭൂപടത്തിലുമുള്ള അകലം ഒരേ ഏകകത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഉദാഹരണമായി അകലം സൂചിപ്പിക്കുന്നതിനായി സെൻറ്റിമീറ്റർ എന്ന ഏകകമാണ് ഉപയോഗിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ ഈ ഭിന്നക രീതിയിലുള്ള തോത് അർത്ഥമാക്കുന്നത് ഭൂപടത്തിലെ 1 യൂണിറ്റ് അകലം 1 സെൻറ്റിമീറ്റർ ഭൂതലത്തിലെ 1,00,000 സെൻറ്റിമീറ്റർ അകലത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭൂമിയിലെ 1,00,000 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ് ഭൂതലത്തിലെ അല്ലെങ്കിൽ ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഭൂമിയിലെ 1,00,000 യൂണിറ്റിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 1,00,000 സെൻറ്റിമീറ്റർ 1 കിലോമീറ്ററാണ്. അപ്പോൾ ആ 1,00,000 സെൻറ്റിമീറ്റർ എന്താണ് 1 കിലോമീറ്ററാണ്. അതാണ് ആ അനുപാതത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. അപ്പോൾ ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ ഭൂതലത്തിലെ 1,00,000 സെൻറ്റിമീറ്റർ അഥവാ 1 കിലോമീറ്റർ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഭിന്നക രീതി എന്ന് പറയുന്നത്. അപ്പോൾ 1:2,00,000 എന്ന ഭിന്നക രീതിയിലുള്ള തോത് കൊണ്ടും അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഭൂപടങ്ങളുടെ അടുത്ത രീതിയാണ് ഏത് രേഖീയ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് രേഖീയ രീതി. അപ്പോൾ ചിത്രത്തിൽ നൽകിയിട്ടുള്ള രീതിയിൽ തോത് വരച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് എന്ത് രേഖീയ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് തോത് തന്നിട്ടുണ്ട്, അവിടെ ഇത്ര കിലോമീറ്റർ തന്നിട്ടുണ്ട്. ആ രീതിക്കാണ് നമ്മൾ രേഖീയ രീതി എന്ന് പറയുന്നത്. ഇനി ദിക്കുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദിക്കുകളെ പറ്റിയുള്ള ധാരണ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് കുട്ടികൾക്കാണ്. അപ്പോൾ ഭൂപടത്തിൽ മുകൾ ഭാഗത്ത് N എന്ന് അടയാളപ്പെടുത്തിയാൽ നമ്മൾ ഏത് ദിക്ക് പറയും? നമ്മൾ വടക്ക് ദിക്കാണെന്ന് പറയും. ഇത് ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശത്തെ വടക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഭൂപടത്തിൻ്റെ സഹായത്തോടെ നാം ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ എന്താണ് ആ യാത്ര അങ്ങനെയെങ്കിൽ ഒരു വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് വടക്ക് കണ്ടെത്തി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വടക്ക് നോക്കി യന്ത്രത്തിന് അനുസൃതമായി ക്രമീകരിച്ചാൽ മാത്രമേ ദിശ തെറ്റാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഇനി ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള ഭൗമ സവിശേഷതകളുടെ സ്ഥാനം, അതിൻ്റെ കിടപ്പ്, നദിയുടെ ഒഴുക്കിൻ്റെ ദിശ എന്നിവയൊക്കെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നത് ഭൂപട വായനയുടെ ഭാഗമാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത് നമ്മൾ പറയുന്നത് അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും. ഭൂപടങ്ങളിൽ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ വിവിധ ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നു. അപ്പോൾ ഓരോ ഭൗമോപരിതല സവിശേഷതകളും വ്യത്യസ്ത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത്.
അപ്പോൾ ആഗോളതലത്തിൽ പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭൂപടത്തിൽ ഉപയോഗിക്കുന്നത്. ചുമ്മാ ഏതെങ്കിലും നിറങ്ങളൊന്നും നമുക്ക് വാരിക്കോരി എവിടെ കൊടുക്കാൻ കഴിയത്തില്ല, ഭൂപടത്തിൽ കൊടുക്കാൻ കഴിയത്തില്ല. പക്ഷെ അതിന് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഉണ്ട്. അത് മാത്രമേ നമുക്ക് എവിടെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, ഭൂപടത്തിൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭൂപടങ്ങളിൽ ഭൂവിവരങ്ങൾ ചിത്രീകരിക്കാൻ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നു. അപ്പോൾ ഏതൊരു രാജ്യത്തുള്ളവർക്കും ആശയക്കുഴപ്പമില്ലാതെ ഏതൊരു രാജ്യത്ത് നിർമ്മിച്ച ഭൂപടവും വായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആഗോളതലത്തിൽ അംഗീകരിച്ച നിറങ്ങളും ചിഹ്നങ്ങളും, ഇപ്പോൾ അമേരിക്കയിലുള്ള ആൾക്ക് ഇന്ത്യയിലെ ഭൂപടം വായിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാവണമെങ്കിൽ അതെന്താണ്, ആഗോളതലത്തിൽ അംഗീകരിച്ച നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ വിവരങ്ങൾ ഒരുമിച്ച് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളിലാണ് പൊതുവെ ഇത്തരം നിറങ്ങളും ചിഹ്നങ്ങളും എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ആ നിറങ്ങളും ചിഹ്നങ്ങളും അതിൻ്റെ സവിശേഷതകളുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, ഭൂപടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള നിറങ്ങൾ, ചിഹ്നങ്ങൾ, അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഭൂപടങ്ങളിൽ അംഗീകരിച്ചിട്ടുള്ള നിറങ്ങളാണ് പച്ച എന്ന് പറയുന്നത് എന്തിനെയാണ്, നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്നതാണ് പച്ച എന്ന് പറയുന്ന നിറം. അപ്പോൾ ഇതുപോലെ നിറങ്ങൾ തന്നിട്ട് ഇത് ഏതിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പച്ച നിറം എന്താണ്, നൈസർഗിക സസ്യജാലങ്ങൾ. മഞ്ഞയാണെങ്കിലോ കൃഷിയിടങ്ങൾ. അപ്പോൾ നമുക്കൊരു സംശയം വരും, മഞ്ഞ കൃഷിയിടങ്ങൾക്ക് പച്ചയല്ലേ? അപ്പോൾ ഈ പാടങ്ങളൊക്കെ പഴുത്ത് കിടക്കുമ്പോൾ, ഗോതമ്പ്, നെല്ല് ഇതൊക്കെ പഴുത്ത് കിടക്കുമ്പോൾ എന്ത് കളറാണ്, മഞ്ഞ കളറാണല്ലേ? അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കൃഷിയിടങ്ങൾ മഞ്ഞയാണെന്ന് കിട്ടും. ഇനി പാർപ്പിടങ്ങൾ, റോഡുകൾ ഇവയൊക്കെ എന്താണ്, ചുവപ്പ് നിറമാണ്. അപ്പോൾ ചുവപ്പ് എന്താണ്, പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവ ചുവപ്പ്. കറുപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു, തീവണ്ടിപ്പാതകൾ, അക്ഷാംശ രേഖാംശരേഖകൾ, ടെലിഫോൺ ലൈൻ എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് കറുപ്പ് നിറം. നീല ജലാശയത്തിൽ എന്നൊരു പാട്ടൊക്കെ ഉണ്ടല്ലേ, നീല ജലാശയങ്ങളെ സൂചിപ്പിക്കുന്നു. ഇനി തവിട്ട് എന്ന് പറയുന്നത് പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തവിട്ട് നിറം, നമ്മുടെ മണ്ണിനൊക്കെ തവിട്ട് നിറമാണെന്ന് ആലോചിക്കുക. അപ്പോൾ എന്താണ്, പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ ഇവയൊക്കെ സൂചിപ്പിക്കുന്നത് തവിട്ട് നിറത്തിലാണ്. ഇനി എന്താണ്, ഇങ്ങനെ റെഡ് ലൈനിട്ട് 2 വര ഇട്ടിരുന്ന അതെന്താണ്, ടാറിട്ട റോഡ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ടാറിട്ട റോഡ്. ഇനി എന്താണ്, ഇതുപോലെ റെയിൽവേ ലൈൻ, തീവണ്ടിപ്പാതയെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ലൈന്. ഇനി ഈ ഒരു ചിഹ്നം എന്താണ്, അരുവി സൂചിപ്പിക്കുന്നു. ഇനി നദി, അതുപോലെ ക്രിസ്ത്യൻ പള്ളി, ഒരു കുരിശോടുകൂടി ക്രിസ്ത്യൻ പള്ളിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ ക്ഷേത്രത്തെ സൂചിപ്പിക്കുന്നത് മുസ്ലിം പള്ളിയെ സൂചിപ്പിക്കുന്നു. ഇനി പാർപ്പിടങ്ങൾ എങ്ങനെയാണ്, ഇതേപോലെയാണ് പാർപ്പിടങ്ങൾ സൂചിപ്പിക്കുന്നത്, നിറച്ച് ഇഷ്ടികകളുടെ ആ ഒരു ചിഹ്നം. അപ്പോൾ അത് പാർപ്പിടങ്ങളാണെന്ന് ആലോചിക്കുക. ഇനി PO എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസാണ്, PS എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനാണ്. അതുപോലെ ബ്ലൂ കളറിലുള്ള ഒരു വട്ടം തന്നു കഴിഞ്ഞാൽ എന്താണത്, അത് കിണറാണെന്ന് ആലോചിക്കുക. ഇനി കോട്ടയുടെ ചിത്രം, പാലം, അതുപോലെ കുളം, ഇതൊക്കെ കുഴൽ കിണർ. ശ്മശാനം എങ്ങനെയാണ്, ഇങ്ങനെ വരുന്നതാണ് എന്ത്, ശ്മശാനത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇവിടെ നിറങ്ങളും ചിഹ്നങ്ങളും തന്നിട്ടുണ്ട്, അവയുടെ സവിശേഷതകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ്, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്, ടാറിട്ട റോഡാണ്, ടാറിട്ട റോഡിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇത് എന്താണ്, ഇവിടെ എന്താ വരേണ്ടത്, തീവണ്ടിപ്പാതകൾ, കറുത്ത ലൈനിൽ തീവണ്ടിപ്പാതയാണ് ഇവിടെ വരേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്, ഇതേപോലെ തീവണ്ടിപ്പാതകൾ, ഇതാണ് തീവണ്ടിപ്പാതയിൽ വരുന്നത്. ഇനി ഇതെന്താണ്, ഇത് നദിയാണ്. അപ്പോൾ ഇവിടെ നദിയാണ് വരുന്നത്. ഇനി പാലം, കോട്ട, അതുപോലെ ശ്മശാനം, കുളം, ഇതൊക്കെ എന്താണ്, നമ്മുടെ ഏതിൽ വരുന്നതാണ്, ഈ ഒരു
നിറങ്ങൾ, അംഗീകൃത നിറങ്ങളിലും ചിഹ്നങ്ങളിലും വരുന്നതാണ്. ഇനി നമ്മൾ പറയുന്നത് സൂചികയാണ്. അപ്പോൾ സൂചിക എന്താണ്? ഭൂപട വായനയ്ക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് സൂചിക എന്ന് പറയുന്നത്. ഭൂപടങ്ങളിലെ നിറങ്ങൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ തുടങ്ങിയവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് കാണിക്കുന്നതാണ് സൂചിക. അപ്പോൾ നമ്മൾ എന്താണ്, ഭൂപടങ്ങളിലെ ഓരോന്നിനെയും സൂചിപ്പിക്കുന്ന ആ ഒരു അടയാളത്തെയാണ് എന്തെന്ന് പറയുന്നത്? സൂചിക. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് അക്ഷാംശ രേഖാംശരേഖകളാണ്. ഭൂമിയിലെ ഓരോ പ്രദേശത്തിൻ്റെയും ഭൗമോപരിതല സവിശേഷതയുടെയും ഒക്കെ സ്ഥാനം കൃത്യമായി തിരിച്ചറിയുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമാണ് അക്ഷാംശ രേഖാംശരേഖകൾ അനിവാര്യം. അപ്പോൾ ഈ അക്ഷാംശ രേഖാംശരേഖകൾ എന്തിലെ ആവശ്യമാണ്? നമ്മുടെ ഭൂമിയുടെ സ്ഥാനം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഭൂപടങ്ങളിൽ നിന്നും ഭൗമോപരിതല സവിശേഷതയെ പറ്റിയുള്ള വിവരങ്ങൾ വായിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമ്മുടെ ഭൗമോപരിതല ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗതി ഭൗമോപരിതല സവിശേഷതകളുടെ വിവരശേഖരണം, വിശകലനം, അവതരണം, ചിത്രീകരണം, ഭൂപട നിർമ്മാണം തുടങ്ങിയവയിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഈ നൂതന സങ്കേതങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് പഠിക്കാം. അതും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കാം. എന്താണ് വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്നും സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പോൾ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു പ്രതിഭാസം അങ്ങനെ എന്തിനെക്കുറിച്ചുള്ള വിവരമായാലും നമ്മൾ എന്ത് ചെയ്യുന്നു? വിദൂരതയിൽ നിന്നിട്ട് അവിടെ സ്പർശബന്ധമൊന്നും കൂടാതെ എന്തിൻ്റെ സഹായത്തോടെ? ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്നതാണ് വിദൂര സംവേദനം. ക്യാമറ ഉപയോഗിച്ച് ചിത്രങ്ങൾ പകർത്തി വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി മാത്രമാണോ വിദൂര സംവേദനം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ബലൂണുകൾ, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയിലും ക്യാമറകൾ, സ്കാനറുകൾ എന്നിവ ഘടിപ്പിച്ച് എന്ത് ചെയ്യുന്നു? ഭൂവിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഭൂവിവരങ്ങൾ ശേഖരിക്കാറുള്ളത്. ഇനി ഇത്തരത്തിൽ ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളെ പറയുന്ന പേരാണ് സംവേദകങ്ങൾ. അപ്പോൾ നമ്മൾ സംവേദകങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെ എന്തെന്ന് പറയുന്നു? പ്ലാറ്റ്ഫോമുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ സ്കാനറുകൾ, ക്യാമറ എന്നിവ ഘടിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു? ബലൂണുകൾ, വിമാനങ്ങൾ ഇവയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാമറയും സ്കാനറും ഒക്കെ ഘടിപ്പിച്ചാണ് വിവരങ്ങൾ ശേഖരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? സംവേദകങ്ങൾ എന്ന് പറഞ്ഞത്. ഈ സംവേദകങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പ്രതലങ്ങളെ എന്തെന്ന് പറയുന്നു? പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നു. അപ്പോൾ ഭൂവിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ. ഈ സംവേദകങ്ങൾ അല്ലെങ്കിൽ സെൻസേഴ്സ് ഘടിപ്പിച്ചിട്ടുള്ള ആ ഒരു പ്രതലത്തെ എന്തെന്ന് പറയുന്നു? പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നു. ഇനി വിദൂര സംവേദനത്തിനുള്ള പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? ബലൂണുകൾ, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ, ക്യാമറകൾ, ഇതൊക്കെ സ്കാനറുകൾ, ഇതൊക്കെ എന്താണ്? വിദൂര സംവേദനത്തിനുള്ള പ്ലാറ്റ്ഫോമുകളാണ്. ഇനി നമ്മൾ വിദൂര സംവേദന ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ നാം ആശ്രയിക്കുന്ന പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിൽ വിദൂര സംവേദനത്തെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നു. വിദൂര സംവേദനത്തെ എത്രയായി തിരിക്കാം? 3ആയി തരംതിരിക്കാം. അതിലൊന്നാമത്തേത് ഭൂതല വിദൂര സംവേദനം, രണ്ടാമത്തേത് ആകാശീയ വിദൂര സംവേദനം, മൂന്നാമത്തേത് ഉപഗ്രഹ വിദൂര സംവേദനം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിദൂര സംവേദനത്തെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഭൂതല വിദൂര സംവേദനം? ഭൂതലം എന്ന് പറഞ്ഞാൽ തന്നെ ഭൂമിയുടെ തലം അല്ലേ? ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകൾ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂതല വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂതലത്തിൽ നിന്ന് ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇവിടെ ഒരാൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ സവിശേഷതകൾ ക്യാമറയിൽ എന്ത് ചെയ്യുന്നു? പകർത്തിയെടുക്കുന്ന ആ ഒരു രീതിയാണ് ഭൂതല വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇനി ആകാശീയ വിദൂര സംവേദനമുണ്ട്. അത് പേര് പറഞ്ഞതുപോലെ തന്നെ
എന്താണ്, വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പോൾ ആകാശീയ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ എന്താണ്, വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ എന്ത് ചെയ്യുന്നു, ആകാശത്ത് നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതി. ഇനി എന്താണ്, കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി ഭൂവിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. അപ്പോൾ ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉപഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി എന്ത് ചെയ്യുന്നു, ഭൂവിവരങ്ങൾ ശേഖരിക്കുന്നതാണ് ഉപഗ്രഹ വിദൂര സംവേദനം. അപ്പോൾ വിവിധ തരത്തിലുള്ള വിദൂര സംവേദന പ്രക്രിയ രീതികൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി അവയുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആധുനിക ലോകത്ത് വിദൂര സംവേദനത്തിന് അനന്ത സാധ്യതകളാണുള്ളത്. അവയിൽ ചിലതാണ് നമ്മൾ പറയുന്നത്. എന്തിനൊക്കെയാണ് ഈ വിദൂര സംവേദനങ്ങൾ ഉപയോഗിക്കുന്നത്? ഒന്ന്, കാലാവസ്ഥാ പഠനത്തിന്. രണ്ടാമത്തേത് കാർഷിക മേഖലയിലെ പഠനത്തിന്. മൂന്നാമത് എന്താണ്, പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കുന്നതിന്. അടുത്ത് വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണം നടത്തുന്നതിന് ഒക്കെ നമ്മൾ എന്തുപയോഗിക്കുന്നു, നമ്മുടെ ഈ പറഞ്ഞ വിദൂര സംവേദനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് എന്താണ്, ഭൂവിവര വ്യവസ്ഥ അല്ലെങ്കിൽ GIS എന്ന് നമ്മൾ പറയും. ഭൂപട വിശകലനം, വിദൂര സംവേദനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അഥവാ ഭൂവിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ഇനി ഈ മാർഗങ്ങളിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളെ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രൂപപ്പെടുത്തുവാനും ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും കഴിയുന്നു. ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന ഈ സാങ്കേതികവിദ്യയാണ് ഭൂവിവര വ്യവസ്ഥ അഥവാ GIS എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി എന്ത് ചെയ്യുന്നു, നമ്മൾ ഭൂവിവര വ്യവസ്ഥ ശേഖരിക്കുന്നതിനെയാണ് GIS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, സോഫ്റ്റ്വെയർ അധിഷ്ഠിത കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ GIS ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഭൂവിവര വ്യവസ്ഥയുടെ പ്രവർത്തനം വിശദമാക്കുന്ന ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഭൂപടങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ, സർവേ തുടങ്ങിയവയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. ഈ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നു. ഇനി വിശകലനം ചെയ്ത വിവരങ്ങൾ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ, ത്രിമാന മാതൃകകൾ തുടങ്ങിയവ ഉൽപ്പന്നങ്ങളായി മാറ്റുന്നു. അങ്ങനെ അത് ഉപയോക്താവിലെത്തുന്നു. അപ്പം ഇങ്ങനെ ഈ ഒരു പ്രവർത്തനം ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു സൈക്കിൾ പോലെ നടക്കുന്നു. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ GIS സംവിധാനം എന്ന് പറയുന്നത്. ഇനി ഭൂവിവര വ്യവസ്ഥ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഭൂവിവര വ്യവസ്ഥ പ്രയോജനപ്പെടുത്തുന്ന ഏതാനും മേഖലകളാണ് ചുവടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഈ സാങ്കേതികവിദ്യ പ്രയോജനങ്ങൾ? ഏതൊക്കെ മേഖലയിൽ ഇത് പ്രയോജനപ്പെടുത്താം? വ്യവസായ മേഖല, വാണിജ്യം, വിദ്യാഭ്യാസം, വാർത്താവിനിമയം, കൃഷി, ആസൂത്രണം, ജലസേചനം, ഗതാഗതം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, വിഭവ പരിപാലനം എന്നീ മേഖലകളിൽ ഈ GIS സാങ്കേതികവിദ്യ നമുക്ക് എന്ത് ചെയ്യാം, പ്രയോജനപ്പെടുത്താവുന്നതാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ GPS സംവിധാനത്തെക്കുറിച്ച് അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് പറയുന്നത്. ഒരു വിമാനം ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം, പറക്കുന്ന ഉയരം, ദിശ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം ഇതൊക്കെ കൃത്യമായി കണ്ടെത്തി തരുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ GPS എന്ന് പറഞ്ഞാൽ എന്താണ്, വിമാനം ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ആ സ്ഥാനം, പറക്കുന്ന ഉയരം, ദിശ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം ഇതൊക്കെ കൃത്യമായി കണ്ടെത്തി തരുന്നൊരു സാങ്കേതിക വിദ്യയാണ് GPS എന്ന് പറയുന്നത്.
ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ അക്ഷാംശ രേഖാംശ സ്ഥാനം, അതിൻ്റെ ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഈ GPS എന്ന് പറയുന്നത്. അപ്പോൾ GPS എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ അക്ഷാംശ രേഖാംശ സ്ഥാനം, അതിൻ്റെ ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇനി അതൊരു ചലിക്കുന്ന വസ്തുവാണെങ്കിലോ അതിൻ്റെ സ്ഥാനം, സഞ്ചാരദിശ, സഞ്ചാര വേഗത, സമയം എന്നിവയൊക്കെ കൃത്യമായി നിർണ്ണയിക്കാൻ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കും. വിമാനങ്ങൾ, കപ്പലുകൾ തുടങ്ങി മിക്ക വാഹനങ്ങളിലും GPS സംവിധാനം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് വാഹനങ്ങളിൽ, വിമാനങ്ങളിലൊക്കെ എന്തുപയോഗിക്കുന്നുണ്ട്? ഈ GPS സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഒരു കൂട്ടം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ GPS സംവിധാനം പ്രവർത്തിക്കുന്നത് ഒരു കൂട്ടം കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ്. അപ്പോൾ വിദൂര സംവേദനം, ഭൂവിവര വ്യവസ്ഥ, GPS എന്നീ നൂതന സങ്കേതങ്ങളുടെ സാധ്യതകൾ രാഷ്ട്ര നിർമ്മാണത്തിനും രാജ്യപുരോഗതിക്കുമായി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് മനുഷ്യജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നതും അർത്ഥപൂർണമാകുന്നതും. അപ്പം നാം ആർജിക്കുന്ന ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രബോധവും നമുക്ക് നാടിൻ്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഇന്ത്യയിൽ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഭുവൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ നമ്മുടെ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഭുവനാണ്. GIS, വിദൂര സംവേദനം എന്നിവയുടെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ അന്വേഷിക്കാനായിട്ട് കുട്ടികൾക്ക് നൽകിയതാണ്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനം അല്ലെങ്കിൽ GPS സംവിധാനം, GIS സംവിധാനം, അതാണ് GIS സംവിധാനമാണ്. അതാണ് ഭുവൻ എന്ന് പറയുന്നത്. അപ്പോൾ DS ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.